ഒരു ഭരണാധിപൻ തലതിരിഞ്ഞു പോയാൽ അതുണ്ടാക്കുന്ന ദുരന്തത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം തൻ്റെ രാജ്യത്തിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപ്, ഇന്ത്യയെ പോലെയുള്ള വലിയ രാജ്യത്തിൻ്റെ 3 വലിപ്പം വരുന്ന 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പമുള്ള ആർട്ടിക് മേഖലയിലെ ഒരു ദ്വീപിനെ തൻ്റെ രാജ്യത്തിന് വിൽക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ്. നിലവിൽ ഗ്രീൻലാൻഡ് എന്ന രാജ്യം ഡെൻമാർക്കിന്റെ ഭാഗമായി ഒരു രാജ്യത്തിൻ്റെ 90% സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെയർ മെറ്റൽസിൻ്റെ ശേഖരം ഉള്ള ഗ്രീൻലാൻഡ്, അവിടെ താമസിക്കുന്ന 56,000 ആളുകൾ തങ്ങൾ ആരുടെ കൂടെ ജീവിക്കണമെന്ന് കഴിഞ്ഞ നാളുകളിൽ നടത്തിയ റഫറൻഡത്തിൽ അവർ വ്യക്തമാക്കി. 80% വരുന്ന ആളുകൾ പറയുന്നു, ഞങ്ങളുടെ നിലവിലുള്ള ഐഡന്റിറ്റി നിലനിർത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു, ഞങ്ങളെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് കൈമാറാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഗ്രീൻലാൻഡിലെ തിരഞ്ഞെടുക്കപ്പെട്ട അവരുടെ നേതാവിനോടും ഡെൻമാർക്കിനോടും സമ്മതിച്ചതിന് ശേഷവും ഇത് അമേരിക്ക പറയുന്നു, ഡെൻമാർക്കിൽ നിന്ന് ഗ്രീൻലാൻഡ് പൂർണ്ണമായും ഞങ്ങളുടെ വരുതിയിൽ വന്നേ ഒക്കുകയുള്ളൂ, വേണമെങ്കിൽ അതിന് നഷ്ടപരിഹാരമായി $70,000 കോടി മുതൽ $1 ലക്ഷം കോടി തരാൻ തയ്യാറാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ വസ്തു കച്ചവടം നടത്താൻ ഇറങ്ങുന്ന ചില ഗുണ്ടകൾ വസ്തു ഉടമയെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് വസ്തു കൈമാറിയില്ലെങ്കിൽ നിങ്ങളെ തുരങ്കം വെക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദ്വീപിനെ തങ്ങൾക്ക് വിൽക്കണമെന്ന് നിർബന്ധിക്കുമ്പോൾ നോക്കൂ, ആ സമീപനത്തെ തള്ളിപ്പറയാൻ ശ്രമിച്ച യൂറോപ്യൻ രാജ്യങ്ങളോട് ഇതാ മറ്റൊരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഫ്രാൻസ്, ജർമ്മനി, ഡെൻമാർക്ക്, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളോട് പറയുന്നു, ഈ നിലപാടിൽ ഞങ്ങളോടൊപ്പമല്ല നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഫെബ്രുവരി 1 മുതൽ അമേരിക്ക ഈ രാജ്യങ്ങളുടെ മുകളിൽ 10% ചുങ്കം ഏർപ്പെടുത്തും. അപ്പോഴും ഞങ്ങളുടെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ നിങ്ങളുടെ മുകളിലെ ചുങ്കം 20% വർദ്ധിപ്പിക്കുമെന്ന്. നോക്കൂ, ലോക രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ നിലവിലെ പ്രസിഡന്റിന്റെ സമനില തെറ്റിയ ഈ തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കടം അനുഭവിക്കുന്ന ഒരു രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുവാനായി നിലവിലെ നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളും നടത്തിയ പ്രത്യേക താല്പര്യം പരിശോധിക്കുമ്പോൾ ലോകത്തിന്റെ ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു സ്വതന്ത്ര ദ്വീപിനെ തന്റെ താല്പര്യത്തിന് അനുസരണമായി തൻ്റെ രാജ്യത്തിലെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി അവിടെയുള്ള വലിയ പ്രകൃതി വിഭവങ്ങളെ സ്വന്തമാക്കാനായി യുറേനിയം പോലെയുള്ള, ഇരുമ്പ് പോലെയുള്ള പ്രത്യേക ധാതു വിഭവങ്ങളെ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗ്രീൻലാൻഡിന്റെ തീരങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന കൊഞ്ചിന്റെ വലിയ വിലയെ കണ്ണും നട്ട് നോക്കിയിരുന്നു കൊണ്ട് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വില കൊടുത്തു വാങ്ങുവാൻ ആ രാജ്യത്തെ ജനങ്ങളുടെ മുകളിൽ ഭീഷണിപ്പെടുത്തുന്ന ഡൊണാൾഡ് ട്രംപും അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ ചുങ്കം പറഞ്ഞ് വിരട്ടുന്ന ട്രംപിസവും ലോക ജനാധിപത്യത്തിന് ഭീഷണിയാണ്. അത് ഇന്ത്യയെ പോലുള്ള ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾ ട്രംപിസത്തെ പിന്തുണയ്ക്കുന്നവരുടെ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മുടെ നാട്ടിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ ഇത്തരം അപകടങ്ങളിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനും വന്നുപെടേണ്ടി വരും എന്ന് നമ്മൾ തിരിച്ചറിയണം.